കോഴിക്കോട് എലത്തൂരിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തിയ സംഭവമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഇന്ധന ചോർച്ച. ഇന്ധന ചോർച്ചയെ തുടർന്ന് പ്രദേശത്ത് മലിനമായ ജലാശയങ്ങൾ ശുചീകരിക്കുകയാണ്. മുംബൈയിൽ നിന്നെത്തിച്ച രാസവസ്തു ഉപയോഗിച്ചാണ് ശുചീകരണം. ഇന്ധനത്തിന്റെ രൂക്ഷഗന്ധം മൂലം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, അവിടെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് തരത്തിലാണ്? ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്നതിൽ നാട്ടുകാരുടെ പ്രതികരണം ഇപ്പോഴേത് തരത്തിലാണ് ഷഹദ്? പ്രജിത്ത, നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അല്പസമയത്തിനകം ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ബഹുജന മാർച്ച് ഈ പെട്രോളിയം ഡീസൽ സൂക്ഷിച്ചിരിക്കുന്ന കമ്പനിയിലേക്ക് നടത്താനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് മെനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു, മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു, വ്യാപകമായിട്ട് ഗന്ധം പരക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും വലിയ രീതിയിൽ, അതായത് ഈ തോടുകളിലും ജലാശയങ്ങളിലും തൊട്ടടുത്ത കിണറുകളിലേക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഡീസൽ പരന്നൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള വലിയ സന്നാഹങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ മുംബൈയിൽ നിന്നും ഇതിന്റെ ഒരു പ്രത്യേക കെമിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഡീസലിന്റെ അംശം കുറയ്ക്കാനും അതുപോലെ തന്നെ ഇത് പരന്നൊഴുകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇതിന്റെ തോത് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുംബൈയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് ഈ ഇടങ്ങളിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്നിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോളർ ബോർഡ് ഇന്ന് അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജലം, അതുപോലെ തന്നെ മണ്ണ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. രണ്ടിടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന. കളക്ടർക്ക് മുമ്പിലേക്ക് അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് കളക്ടർക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടോ? തുടർ നടപടികൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇന്ന് വൈകിട്ടോട് കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുതിയൊരു വാർത്ത എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ ഡിപ്പോയിലേക്ക് അല്പസമയത്തിനകം ഒരു ബഹുജന മാർച്ച് നടക്കാൻ പോവുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് സംയുക്തമായിട്ട് ഒരു ബഹുജന മാർച്ച് നടത്താൻ ഒരുങ്ങുന്നത്. തുടർച്ചയായി ഇന്ധന ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് എലത്തൂരിലെ പ്രദേശവാസികൾ ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതും അറിയേണ്ടതാണ്. കളക്ടർക്ക് മുമ്പിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി അന്വേഷണ റിപ്പോർട്ടുകൾ വരാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സർക്കാർ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതടക്കം ആലോചിക്കുന്നുമുണ്ട്.